ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പച്ചക്കായ തോരൻ. നല്ല നാടൻ പച്ചക്കായ തോരനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി മുഴുവനായിട്ടും നിങ്ങളൊന്ന് കാണണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 ചീർപ്പ് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ അതിൽ നിന്നും ഓരോന്ന് എടുത്തതിന് ശേഷം കത്തി വെച്ച് അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് കൊടുക്കാം. തൊലി നീക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പറ്റും. കറ പറ്റാതിരിക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ പച്ചക്കായ 4-5 കീറിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിലേക്ക് അരിഞ്ഞിടാം. കണ്ടോ, അച്ചാറിനൊക്കെ ഉപ്പേരിക്കൊക്കെ അരിയുന്ന പോലെ വളരെ കനം കുറച്ച് ചെറുതാക്കിയിട്ട് വേണം ഉപ്പേരിക്ക് അരിഞ്ഞു കൊടുക്കുന്ന പോലെ അരിഞ്ഞു കൊടുക്കാൻ. കണ്ടില്ലേ, ഇങ്ങനെ വേണം നമുക്ക് തോരന് അരിഞ്ഞെടുക്കാൻ. ഇനി കൈവച്ച് നന്നായി തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പിടുന്നത് ചൂടുവെള്ളത്തിൽ ഉപ്പിടുന്നത് നമുക്ക് കറ കളയാനായിട്ടാണ്. ഉള്ളിലെ കറയെല്ലാം പോയി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ പച്ചക്കായ ഒന്ന് വെള്ളം ഉലർത്തിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിലൊരു 1/4 കപ്പ് വെള്ളം മതി. ഒരു 2 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ കായ വെന്ത് കഴിയും. ഇനി നമുക്ക് തോരൻ്റെ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി തുടം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4 പച്ചമുളക് എന്നിവ ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ചമ്മന്തി അരക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ കായ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കായ കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. വേവൊന്നും കൂടിയിട്ടില്ല, കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചതിന് ശേഷം ചൂടായാൽ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച പച്ചക്കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ രുചികരമായ ഒരു പച്ചക്കായ തോരനാണ്. ഇതുപോലെ വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചമ്മന്തിയാണ്. നമ്മൾ അരച്ചെടുത്ത നമ്മുടെ തേങ്ങാക്കൂട്ട്. ആ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊരു 2 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയും പച്ചക്കായയും എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിക്കുന്ന വിധത്തിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. കണ്ടില്ലേ, നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് തുറന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചോറിനൊപ്പം കഴിക്കാൻ ഒരു കിടു ഐറ്റമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.